സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? നമ്മളിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നേ. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണകുമാറിനെയും ദിയാകൃഷ്ണനെയും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അതായത് രണ്ടുപേരെയും നമ്മൾ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, അവരുടെ രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പൈസ കളവ് പോയപ്പോഴും ഞാൻ അവരുടെ കൂടെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഒരു സ്ഥാപനം നടത്തുന്നത് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോഴും നമുക്കിത് ശരിയാണോ അല്ല തെറ്റാണോ എന്നുള്ളൊരു ധാരണ, കൃത്യമായിട്ടൊരു ധാരണയില്ലായിരുന്നു. പിന്നീട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതിൻ്റെ അകത്ത് സത്യമുണ്ട്, കൃഷ്ണകുമാറും മകളും പറയുന്നത് സത്യം തന്നെയാണെന്ന് പിന്നീട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുകയും നമ്മൾ പൂർണ്ണമായിട്ടും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്തു. അതായത് ഈ മൂന്ന് കള്ളത്തികളും ചേർന്നിട്ട് 66 ലക്ഷം രൂപയാണ് ഇപ്പോൾ തട്ടിയത് എന്നാണ് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ വിചാരണയും കാര്യങ്ങളൊക്കെ വന്ന് നേരെ ജയിലിലേക്ക് അയക്കണം ഈ മൂന്നെണ്ണത്തിനെയും. അതുമാത്രമല്ല ഇതിന്റെ ഒരു ഭർത്താവ്, ഒരാളുടെ ഭർത്താവും പ്രതിയാണ് എന്നാണ് ഇപ്പോഴും കേൾക്കുന്നത്. ഏതായാലും കൃഷ്ണകുമാറിന്റെ 66 ലക്ഷം രൂപ ഇത് അപഹരിച്ചതിന് ശേഷം ഇവർ നേരെ പോയിട്ട് ജാതി കാർഡ് ഇറക്കിയത് നമുക്കറിയാം. പാവങ്ങളാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന ടീമാണ്, ഇവിടുന്നാണ് വരുന്നത്, കോളനിയിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞ അന്തസ്സോടുകൂടി ജീവിക്കുന്ന പാവങ്ങൾക്ക് വരെ എന്ന് പറഞ്ഞ നാണക്കേട് ഉണ്ടാക്കി വെച്ച 3 സ്ത്രീകളാണ് ഇവറ്റകളെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവരെ പിന്തുണച്ചവരെയും അതുപോലെ തന്നെ ഇവരെ സഹായിക്കാമെന്ന് പറയുന്നവരെയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. അതാണ് ഞാൻ പറയുന്നത്. ഇതില് ഞാൻ ഒരു കാര്യം പറയുകയാണ്. അതായത് ഒരു BJP പ്രവർത്തകനായിട്ട് പോലും, BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആളായിട്ട് പോലും ശരിക്കും മുഖ്യമന്ത്രിക്ക് നന്ദി പറയുന്ന ഒരു വീഡിയോ കൃഷ്ണകുമാർ പുറത്തുവിട്ടിരുന്നു. അതായത് സത്യം എന്താണെന്ന് കണ്ടെത്തണം എന്നുള്ള ഒരേ ഒരു കാര്യം മാത്രം. അതിനകത്ത് രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഒരു സ്ത്രീ അവരൊരു സ്ഥാപനം തുടങ്ങുന്നു, 3 പേർക്ക് ജോലി കൊടുക്കുന്നു, ആ ജോലി കൊടുത്തവർ വിശ്വാസ വഞ്ചന കാണിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും ഇവറ്റകൾക്ക് മാപ്പ് കൊടുക്കരുത്. കേരള സമൂഹം ഒരുമിച്ച് നിൽക്കണം. ഇവറ്റകളെ ജയിലിൽ അടക്കുന്നത് വരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഏതായാലും ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കൃഷ്ണകുമാറിനും ദിയാകൃഷ്ണക്കും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. സംസാരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി, നിങ്ങൾക്കെതിരായ പരാതിയും നിങ്ങൾ കൊടുത്ത പരാതിയും ഒക്കെ പുറത്തു വന്ന ഘട്ടത്തിലാണ്. അപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു 69 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നു 66 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. കുറ്റപത്രത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആദ്യ പ്രതികരണം എന്താണ്? ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞോട്ടെ. കാരണം രാവിലെ ഏഷ്യാനെറ്റിൽ ഇത് എഴുതി കാണിക്കുന്നത് കണ്ടു, അങ്ങനെയാണ് അറിയുന്നത് ഈ വാർത്ത. ഇപ്പോഴും ഞങ്ങൾ കുറ്റപത്രത്തിൻ്റെ കോപ്പി ഒന്നും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. എനിക്കൊന്ന് കുറച്ച് സമയമെടുക്കും. ഇതിലൊരു വലിയ സന്തോഷവും റിലീഫും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അന്ന് തൊട്ടേ പറയുന്നു, പക്ഷെ നമ്മുടെ കയ്യിൽ കൃത്യമായ കണക്കുകളില്ല. നമുക്ക് ഏകദേശം നമുക്കൊരു കണക്കൂട്ടിലെടുക്കാം. പ്രത്യേകിച്ച് ഈ വിഷയം നടന്നപ്പോൾ അവരുടെ മൊബൈൽ ഫോൺ ഞങ്ങളുടെ കൈവശം കിട്ടിയപ്പോൾ ഈ ഫോണിലൂടെയും അവരുടെ GPay അതിലൂടെയാണ് ഞങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടി ഇത്രത്തോളം രൂപ ഇവർ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കണക്കൂട്ടി എടുക്കാൻ കഴിഞ്ഞത് 69 ലക്ഷം രൂപ എന്നായിരുന്നു. പിന്നീട് അത് പലപ്പോഴും പോലീസിൻ്റെയും മറ്റ് വേർഷനിലൊക്കെ മാറി മാറി വന്നിരുന്നെങ്കിലും ഇന്ന് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വളരെ ഡീറ്റെയിൽഡായിട്ടൊരു അന്വേഷണം നടത്തിയിരിക്കണം. അത് പ്രകാരമുള്ള വാർത്തകളാണ് കാണുന്നത്. അതായത് ഞങ്ങൾ കൊടുത്ത കേസ്, ഞങ്ങൾ വാദികൾ അവർ പ്രതികളായിട്ടുള്ള കേസിൻ്റെ കുറ്റപത്രം കൊടുത്തിരിക്കുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പറഞ്ഞതിന് അടുത്തെത്തിയിരിക്കുന്നു. ഒന്ന് 69 ലക്ഷം രൂപ, പിന്നെ 66 ലക്ഷം രൂപ തട്ടിയിട്ട് ഇവറ്റകൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ആഡംബര ജീവിതം നയിക്കുക. അതുപോലെ തന്നെ കാറുകൾ വാങ്ങിച്ചു, വീടുകൾ വെച്ചു, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. അതായത് ഒരു സ്ഥാപനത്തിന്റെ പണം കൊണ്ടാണ് ഇത് വെച്ച് ചെയ്തിരിക്കുന്നത്. ഈ കൃഷ്ണകുമാറും അതുപോലെ തന്നെ മകളും കൂടിയിട്ട് ഇവറ്റകളോട് പറഞ്ഞതാണ്, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒത്തുതീർപ്പാക്കാം. പക്ഷെ അങ്ങനെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുപോയപ്പോൾ കൃഷ്ണകുമാർ ഞങ്ങളെ കയറിപ്പിടിച്ചു എന്നും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായി പെരുമാറിയെന്നും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയമായിട്ടെങ്ങാനും ആരെങ്കിലും ഇടപെട്ടിട്ട് ഈ കേസ് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കൃഷ്ണകുമാർ ജയിലിൽ പോകേണ്ട കേസായിരുന്നു ഇത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. കാരണം എന്താ വെച്ചാൽ കൃഷ്ണകുമാറിന്റെ പേരിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മതിയല്ലോ. അയാൾ എന്നെ ഇങ്ങനെ ചെയ്തു, തട്ടിക്കൊണ്ടുപോയിട്ട് അയാൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പോരെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൈസ പോയവര് നല്ല ദണ്ണം ഉണ്ടാകും. അത് ആർക്കായാലും, കൃഷ്ണകുമാറായാലും നമുക്കായാലും എല്ലാവർക്കും പൈസ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ദണ്ണം ഒരുപോലെ തന്നെയാണ്. അതിപ്പോഴും കൃഷ്ണകുമാർ കാണിച്ചിരിക്കുന്നത് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് വളരെ മാന്യമായിട്ടാണ്. മറ്റുള്ളവരാണെങ്കിൽ അവിടെ ഭർത്താക്കന്മാരെയോ മറ്റവരെയോ ഒക്കെ കൊണ്ടുവരും. ഇവർ വളരെ മാന്യമായിട്ടാണ് ചോദിച്ചത്, മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബങ്ങളുള്ളതാണ്, നിങ്ങൾ ഭാര്യമാരാണ്, നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങൾ മക്കൾ നാളെ സ്കൂളിൽ പോകേണ്ടതാണ് എന്നൊക്കെ കൃഷ്ണകുമാർ പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരൂ, ഇനി നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിലുള്ളത് തിരിച്ചു തരൂ, നമുക്കിത് അങ്ങനെ അങ്ങ് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോഴേ ഇവരാരുടെയോ വാക്ക് കേട്ടിട്ട് ഇവർ ഒരു ഫയൽ ചെയ്യാൻ ഒരു കംപ്ലൈന്റ്, ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയി, ഞങ്ങൾ ഇതായി എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പഴയ യുഗം
ഒന്നുമല്ല. നമ്മുടെ നാട്ടിലുള്ള തെളിവുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മുകളിൽ നിന്ന് കാണുന്നേ ഉള്ളൂ. ഇപ്പൊ ദൈവം നേരിട്ട് തെളിവുകൾ കൊണ്ടു കൊടുക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് CCTVയുടെ രൂപത്തിലായാലും ഇന്റർനെറ്റിന്റെ രൂപത്തിലായാലും ഇങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് കൊണ്ടുതരും. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ കളവ് നടത്തി കഴിഞ്ഞാൽ എൻ്റെ പുന്നാര മക്കളെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പച്ച കള്ളവും അതുപോലെ തന്നെ ജാതി കാർഡും പിന്നെ രാഷ്ട്രീയ കാർഡും പിന്നെ എന്താ പറയുക കോളനി കാർഡ്, ഇങ്ങനെയുള്ള ഒരുപാട് കാർഡുകളാണ് ഇവറ്റകൾ ഇറക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇവറ്റകളോട് ഇത്രയും വൈരാഗ്യവും. എനിക്ക് ആലോചിച്ച് നോക്കണം, വല്ലവന്റെയും 66 ലക്ഷം രൂപയോളോ തട്ടിയെടുത്തിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ഞങ്ങൾ ഇന്ന ജാതിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ഇതാണ്, ഞങ്ങൾ ഇന്ന ആയിപ്പോയി, ഞങ്ങൾ പാവങ്ങളായിപ്പോയി, ഞങ്ങൾക്ക് വീടില്ലാതായിപ്പോയി. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ്. ഇതിന് കൊടപിടിക്കാനാണെങ്കിൽ കുറെ ആൾക്കാരും എന്താ കാര്യം, കുറെ എണ്ണം ഉണ്ടല്ലോ. ഇനി എന്തോ പറഞ്ഞു കഴിഞ്ഞാലും മാറാത്ത കുറെ ആൾക്കാരുണ്ട്. എടാ കൃഷ്ണകുമാർ BJPന്റെ സ്ഥാനാർത്ഥിയാ, മറ്റേ സ്ഥാനാർത്ഥിയാ, എന്തോ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ലീഗ് ആയാലോ BJP ആയാലോ കോൺഗ്രസ് ആയാലോ മാർക്സിസ്റ്റ് ആയാലോ ആരായി കഴിഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആരാണ്, അത് പാർട്ടി നോക്കിയിട്ട് ഞാൻ നിൽക്കൂല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് കൃഷ്ണകുമാർ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്, ദിയാകൃഷ്ണയെ വിമർശിച്ചിട്ടുണ്ട്, സിന്ധു കൃഷ്ണയെ വിമർശിച്ചിട്ടുണ്ട്. നമ്മളൊരു നല്ല കണ്ടന്റ് തന്നെയാണ് അവര്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ അവരുടെ കൂടെ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നീതി കിട്ടണം. അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇപ്പോൾ ഒരുപാട്, അതായത് ഇപ്പോഴും നീതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആൾക്കാർ രക്ഷപ്പെടാൻ പാടില്ല. ഇതൊരു നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു സ്ത്രീയെ കൃത്യമായിട്ട് പറ്റിച്ചുകൊണ്ട് 66 ലക്ഷം രൂപ തട്ടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥയാണിത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അങ്ങനെ കൃഷ്ണകുമാർ ഏതായാലും ഇവറ്റകളെ നാണം കെടുത്താതെ കൊണ്ടുപോകാൻ നോക്കിയതാണ്. പക്ഷേ ഏതോ ഒരുത്തന്റെ പ്രേരണ, ഓൻ രാഷ്ട്രീയം വെച്ച് കളിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഉണ്ടായത്. ഏതായാലും അണ്ണാക്കിലടിച്ച് കിട്ടിയിട്ടുള്ളത് ഇന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ കുടുംബത്തിന് സമാധാനത്തിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ കള്ളന്മാർ എന്നുള്ള പേര്, അത് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ഒരു വസ്തു പോലും ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം. ഒരു ദിവസം മുഴുവൻ എന്ന് പറഞ്ഞാൽ ചാനലുകൾ മുഴുവൻ പറഞ്ഞു നടക്കുകയാണ്, കൃഷ്ണകുമാർ ഞങ്ങളെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്യാൻ നോക്കി, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള കേസുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇങ്ങനത്തെയുള്ള കാർഡുകൾ ഇറക്കും. അത് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതെന്തോ ഭാഗ്യത്തിന് കൃഷ്ണകുമാറിന്റെ മക്കളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ കൃഷ്ണകുമാർ മാത്രമാണെങ്കിൽ അയാൾ പിന്നെ എന്നാലും പെട്ടുപോയേനെ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അയാളുടെ കൂടെ അയാളുടെ മക്കളും കാര്യങ്ങളും ആൾക്കാരും ഉള്ളത് കൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എൻ്റെ പുന്നാര മക്കളെ, ഇങ്ങനെയുള്ള കള്ളന്മാരെ നമ്മൾ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാരുണ്ട്, എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ കുറെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കൂടെ അങ്ങ് വെക്കും. കാരണം ആരാ കുറ്റം ചെയ്തത്, ഏതോനാ നല്ല വലിപ്പം എന്ന് നോക്കും. അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ ഇതിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണകുമാർ ഈ ഒരു പരാതിയും കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിന്റെ അടുത്ത് തന്നെ പോയപ്പോൾ നല്ല നീതിയാണ് കിട്ടിയത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തും കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അന്വേഷണം നടത്തും. നമുക്കെല്ലാവർക്കും അറിയാം, കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഏതായാലും ഒരാളെയും കയറി പിടിക്കാനൊന്നും പോകത്തില്ല. അതുള്ള കാര്യം പറയുന്നത്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി, അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പോകില്ല. അയാൾക്ക് ഒരുപാട് പൗഡത്തര ഇളക്കും. അതായത് കുഴികുത്തി ചോറ് തിന്നു, അല്ലെങ്കിൽ ഒരു തമ്പ്രാൻ ചിന്താഗതിയൊക്കെ അയാൾക്ക് ഉണ്ടെങ്കിലും അയാൾ ഇമാതിരി പരിപാടിക്കൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ ഒരു 4 പെൺകുട്ടികളുടെ അച്ഛനാണ്. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവറ്റകളുടെ ശിക്ഷയാണ് ഇനി നമുക്ക് കാണേണ്ടത്. നല്ല കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ ഇവരുടെ സ്വത്തുക്കളെല്ലാം പിടിച്ച് ഇവർക്ക് നീതി കൊടുക്കണം. ഇവർക്ക് ഈ പൈസ തിരിച്ചു കിട്ടണം എന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹവും പ്രാർത്ഥനയും എന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ടട്ടാ, എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.